ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നിവിടെ നല്ലൊരു ടീ കേക്കാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ടീ കേക്ക് തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങളിൽ നോട്ടിഫിക്കേഷൻ എത്തത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ആരും മറക്കല്ല്. അപ്പോൾ വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് കാണുക, നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അയയ്ക്കുക. എന്തെങ്കിലും ഡൗട്ടോ എന്തുണ്ടെങ്കിലും നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എഴുതി അറിയിക്കുക. അപ്പോൾ വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ. അപ്പം ഞാൻ ആദ്യം മിക്സിയുടെ ജാർ എടുത്തിട്ട് ഒരു 5 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് കുറച്ച് വലിയൊരു കേക്കാണ് തയ്യാറാക്കുന്നത്. അപ്പം നമുക്ക് അതുകൊണ്ടാണ് ഒരു 5 മുട്ട ഞാൻ ഒഴിക്കുന്നത്. 2 തവിയിലാണ് അപ്പം 2 തവി ഓയിലും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് നമുക്കിത് മിക്സിയിൽ കൊണ്ടുപോയിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഗ്ലാസ്സിന് ഞാൻ 3 ഗ്ലാസ് മൈദപ്പൊടിയാണ് അളന്ന് വെച്ചേക്കുന്നത്. നമ്മൾ അല്പം വലിയ കേക്കാണ് തയ്യാറാക്കുന്നത്, അതുകൊണ്ടൊരു 3 ഗ്ലാസ് മൈദപ്പൊടി ഞാൻ അളന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ബേക്കിംഗ് സോഡ പൗഡറും ബേക്കിംഗ് സോഡയും ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇത് 3ഉം കൂടെ ഒരു 3 തവണ ഞാൻ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. 3 തവണ നന്നായിട്ട് അരിച്ചെടുക്കണം. ബേക്കിംഗ് സോഡ, ഉപ്പ്, സോഡാപ്പൊടി, അപ്പോൾ അത്രയും ഇട്ട് നന്നായിട്ട് അരിച്ചത് പകുതി ഓളം ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പകുതിയേ ഇടുന്നുള്ളൂ, ഫുള്ളായിട്ട് ഇടുന്നില്ല. അതിനുശേഷം ഞാൻ ഒരു 2-2.5 തവി പഞ്ചസാര ഇട്ട് കൊടുത്തു. പൊടിക്കാത്ത പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തത്. അതിനുശേഷം ഞാൻ ഒരു 2 തവി തൈര്, പുളിക്കാത്ത തൈരാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അപ്പോൾ അതും നമുക്ക് അടിച്ചെടുക്കാം. അതും ഞാൻ നന്നായിട്ട് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അല്പം വലിയ കേക്ക് ആയതുകൊണ്ട് വലിയൊരു പാത്രത്തിൽ തന്നെ നമുക്ക് കൂട്ട് തയ്യാറാക്കി. ഇത് മുട്ടയും ഓയിലും കൂടെ ആണ് ഞാൻ ഒഴിച്ചേക്കുന്നത്. അതിലേക്ക് 2 സ്പൂൺ വാനില എസൻസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 2 സ്പൂൺ വാനില എസൻസ് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അല്പം വലിയ കേക്കാണ് തയ്യാറാക്കുന്നത്, അതുകൊണ്ട് നമ്മൾ അതേപോലെയാണ് കൂട്ട് തയ്യാറാക്കുന്നത്. അതിനുശേഷം നമ്മൾ മിക്സിയിൽ അടിച്ച് മൈദപ്പൊടിയും തൈരും പഞ്ചസാരയും കൂടെ അടിച്ച് ആ കൂട്ട് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ബാക്കി എടുത്ത് വെച്ച മാവും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ പകുതിയല്ല മിക്സിയുടെ ജാറിലിട്ടുള്ളൂ, അപ്പോൾ പകുതിയും കൂടെ ഇപ്പം ഇട്ടിട്ട് മൊത്തത്തിൽ നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഒറ്റ തവണ ഇത്രയും കൂടി മിക്സിയുടെ ജാറിൽ അടിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ മിക്സിയുടെ ജാറിൽ അടിക്കാമായിരുന്നു. ഇപ്പോൾ ഒറ്റ തവണ മൊത്തം കൂടെ മിക്സിയുടെ ജാറിൽ അടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ 2ആയിട്ട് അടിച്ചിട്ട് പകുതി പൊടി ഇളക്കി, അത്രയേ ഉള്ളൂ. അപ്പോൾ കുറച്ച് മാത്രം ഉണ്ടാക്കുമ്പോൾ മിക്സിയുടെ ജാറിൽ ഒറ്റ ട്രിപ്പായിട്ട് നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ വലിയ കേക്കായതുകൊണ്ട് അടി കട്ടിയുള്ളൊരു പാത്രമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൽ ബട്ടർ പേപ്പർ ഇട്ട് ഓയിൽ തൂത്ത് കൊടുക്കാം. അടി നന്നായിട്ട് കട്ടിയുള്ള പാത്രം തന്നെ നിങ്ങൾ എടുക്കണം. അപ്പോൾ ഓയിലൊക്കെ തൂത്ത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലേക്ക് കൂട്ടൊഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ കേക്കിന് തയ്യാറാക്കി വെച്ച കൂട്ടൊഴിച്ച് കൊടുക്കാം. അപ്പം അല്പം വലിയ കേക്കായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഈ രീതിയിലും നമുക്ക് കേക്ക് തയ്യാറാക്കാൻ പറ്റുമെന്നും നിങ്ങൾക്ക് മനസ്സിലാവട്ടെ. അപ്പോൾ അതാ ഞാൻ ഇങ്ങനൊരു പാത്രത്തിൽ കേക്ക് തയ്യാറാക്കി കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എയർ ബബിൾസൊക്കെ തട്ടിക്കളഞ്ഞു. അപ്പോൾ നമുക്ക് അത് അടച്ച് വെക്കാം. ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ട് പഴയ ഒരു ദോശക്കല്ല് ചൂടാക്കി വെച്ചിട്ടുണ്ട്, അതിലേക്ക് വെച്ച് കൊടുക്കും. ഒരു കറക്റ്റ് 45 മിനിറ്റ് എനിക്ക് ഇത് ബേക്ക് ആവാൻ സമയം എടുത്തിട്ടുണ്ട്.
കറക്റ്റ് കേക്ക് നന്നായിട്ട് തന്നെ ആയിട്ടുണ്ട്, ഒട്ടും അതിനകത്ത് ഒട്ടിപ്പിടിക്കുന്നില്ല. അപ്പം നമുക്കതൊന്ന് എടുക്കാം. അപ്പം ഇതിൻ്റെ സൈഡിൽ ഞാൻ ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ഇതിങ്ങനൊന്ന് ഇളക്കി നോക്കാം എവിടെയെങ്കിലും ഒട്ടുന്നുണ്ടോ എന്തെങ്കിലും ഇതുണ്ടോ എന്ന്. ഒരു പ്രശ്നമില്ല, നന്നായിട്ട് തന്നെ ഇളകുന്നുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ അടപ്പിൽ തന്നെ തട്ടിയെടുക്കാം. അങ്ങനെ ഇടുമ്പോൾ കറക്റ്റായിട്ട് ഫുള്ള് കേക്ക് കറക്റ്റ് അല്ലെങ്കിൽ പോയേനെ. ഇത് ദാണ്ട് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്, ഒരല്പം മാത്രമേ പൊട്ടിയിട്ടുള്ളൂ. നമ്മുടെ കേക്ക് കറക്റ്റാണ് കൂട്ട്. അപ്പം നമ്മുടെ കേക്ക് എവിടെയും പൊട്ടിയിട്ടില്ല. കറക്റ്റ് മധുരവും ടേസ്റ്റും ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ കേക്ക് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അല്പം മാത്രമേ അത് അത്രയും വലിയ ചരുവത്തിൽ നിന്ന് പെട്ടെന്ന് വീണപ്പോൾ ഒരല്പം പൊട്ടിപ്പോയി. അത് പൊയ്ക്കോട്ടെ, സാരമില്ല. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണേ. നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ചായയൊക്കെ കുടിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഓരോ പീസ് എടുത്ത് കഴിക്കാൻ നല്ല കേക്കാണ്. അപ്പം നമുക്കിത് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് പീസാക്കി എടുത്താൽ നല്ല ടേസ്റ്റായിട്ട് മക്കൾക്കൊക്കെ കഴിക്കാം. ഇപ്പം ഇതേപോലെ ഒരു കേക്കൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ 2 ദിവസത്തേന് മക്കൾക്ക് ഇഷ്ടം പോലെ കാണും കഴിക്കാൻ. ഇപ്പം കുട്ടികളൊക്കെ വീട്ടിൽ ഇരിക്കുമ്പം ഇത് കഴിക്കാൻ പറ്റും. അപ്പം നമുക്ക് ചെറിയ പീസായിട്ട് കുറച്ച് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, നല്ല സ്പോഞ്ചി കേക്കായിട്ട് നമുക്ക് കട്ട് ചെയ്യാം. നല്ല സ്പോഞ്ച് പോലിരിക്കും, അതേപോലെ ടേസ്റ്റും. ഒരുപാട് മധുരമില്ല. നമ്മളിപ്പം സാധാരണ ലെയർ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല മധുരമാണ് അത് കഴിക്കുമ്പോൾ, പക്ഷെ അത്രയും മധുരമില്ല. ഇത് കറക്റ്റ് ചായ കുടിക്കുമ്പോൾ നമുക്ക് ഒരുപാട് മധുരം വേണ്ടാത്തവർക്ക് ഇത് കറക്റ്റായിട്ടുള്ള മധുരമാണ് ഈ കേക്കിന് കിട്ടിയേക്കുന്നത്. അല്പം കൂടി വേണമെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ഇട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ